ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും വൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം. ചേട്ടൻ റെഡിയായോ? ചേട്ടൻ കൃഷി ഓഫീസിലേക്കല്ലേ? കൃഷി ഓഫീസിലേക്കോ? എന്തിന്? അവിടെ എന്താ? ചേട്ടാ, അപ്പൊ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞത് മുഴുവൻ മറന്നുപോയോ? രാത്രി എപ്പോ പറഞ്ഞു? ഊണ് കഴിഞ്ഞ് TV കണ്ടോണ്ടിരുന്നപ്പോഴേ കൃഷി ഓഫീസിൽ പോയി വാഴത്തൈ മേടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് ചേട്ടൻ മറന്നുപോയോ? TV കാണുന്നതിനിടയിൽ പറഞ്ഞതുകൊണ്ടായിരിക്കും ഞാനത് മറന്നുപോയി. അതിപ്പോ ഇന്ന് തന്നെ പോണോ? വേറെ എപ്പോഴെങ്കിലും വാങ്ങിച്ചാ പോരെ? എന്റെ ചേട്ടാ, അവിടെ വണ്ടിയെ കൊണ്ട് നിറക്കുന്ന താമസമേ ഉള്ളൂ. അപ്പൊ തന്നെ തീരും. നമുക്ക് തോന്നിയ സമയത്ത് എന്നാലേ അവിടെ ഒന്നും ഉണ്ടാവില്ല. എങ്കിൽ പിന്നെ വന്നിട്ടൊന്ന് നീ ഒന്ന് വിളിച്ചു ചോദിക്കേ. ഞാൻ സെക്രട്ടറി ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ. ആഹാ, അപ്പൊ അറിയാതെയാണോ എന്നോട് ചെല്ലാൻ പറഞ്ഞത്? അല്ലെന്നേ, ഇന്ന് കാലത്ത് വരുമെന്ന് ADC വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് സെക്രട്ടറി എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ പിന്നെ വിളിച്ചു ചോദിക്കണ്ട, ഞാൻ നേരെ അങ്ങ് ചെന്നാ പോരെ? മതി മതി. ഒരുപാട് വൈകരുത്. വൈകിയാ പിന്നെ വെറും കൈയോടെ ഇങ്ങോട്ട് പോരേണ്ടി വരും. ഞാനിപ്പോ അങ്ങോട്ടല്ലേ പോണത്. വെറുതെ സംസാരിച്ചു നിന്ന് സമയം കളയണം. അല്ല പിന്നെ മോള് വിളിച്ചായിരുന്നു? അവള് വിളിച്ചായിരുന്നു, ഇന്ന് വൈകിട്ട് വരുമെന്ന്. എന്നാ ശരി ചേട്ടാ. നിനക്ക് ചായ വേണോടാ? എനിക്ക് വേണ്ട ചേട്ടാ, രാവിലെ തുടങ്ങി ഇപ്പൊ തന്നെ 2 പോയി. എന്നിട്ട് കൃഷി ഓഫീസിൽ നിന്ന് വാഴത്തൈ കിട്ടിയ? എവിടെന്ന്? ടിഷ്യൂ കൾച്ചർ വാഴത്തൈ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ രാവിലെ പോയതാ. അവിടെ ചെന്നപ്പോ വാഴത്തൈയുടെ ഒരു ഇല പോലും ഇല്ല. അപ്പൊ ചേട്ടൻ വൈകി പോയിട്ടുണ്ടാവും അല്ലേ? അയ്യൊക്കെയുള്ള ഒരു കാര്യക്കാര് ആദ്യം ചെന്നവരൊക്കെ കുത്തിപ്പറക്കി കൊണ്ടുപോയി. അപേക്ഷ കൊടുത്തവരൊക്കെ വെറുതെ. അപ്പൊ ചേച്ചി ഇപ്പൊ വീട്ടില് പ്രശ്നം ഉണ്ടാക്കൂല്ലേ? ചേച്ചിനോട് എന്ത് പറയും? അതിന് എന്തെങ്കിലും നുണ പറയണം. എന്ത് കാണിച്ചാണ്? എവിടെ നോക്കാനാ വണ്ടി ഓടിക്കണത്? എനിക്ക് ഇഷ്ടമുള്ളടത്ത്. എന്റെ മേലെ മെക്കിട്ടറമ്പല്ലോ. താനെവിടെ വണ്ടി ഓടിക്കണത്? റോഡിൽ നോക്കിയിട്ട്, അല്ലാതെ ഇഷ്ടമുള്ളടത്ത് നോക്കി തോന്നിയത് പോലെ വണ്ടി ഓടിച്ചാലേ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോഴേ തന്റെ മോന്തയുടെ ഷേപ്പ് മാറിയിരിക്കും. വഴക്കുണ്ടാക്കല്ലേ? എന്താണെങ്കിലും സമാധാനപരമായിട്ട് സംസാരിച്ച് നമുക്ക് പ്രശ്നം തീർക്കാല. ഈ വക പരിപാടി കാണിച്ചിട്ട് വെറുതെ തോന്നിയ വർത്താനം പറഞ്ഞാ പിന്നെ എങ്ങനെ പറയാതിരിക്കും? ഞാനെന്ത് പരിപാടി കാണിച്ചത് നീ പറയണത്? ഞാൻ എന്റെ സൈഡിൽ വളരെ മാന്യമായിട്ടാ വണ്ടി ഓടിച്ചത്. അവനവന്റെ സൈഡ് മാത്രം നോക്കിയാ പോരാ. പിന്നെ ഇടത്തോട്ടോ വലത്തോട്ടോ വളക്കോ തിരിക്കോ ചെയ്യുമ്പോ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഓഹോ, അപ്പൊ നീ എന്നെ നിയമം പഠിപ്പിക്കേണ്ടി വന്നേക്കണ? എന്താണ് ഈ നിയമത്തെ പറ്റി പറഞ്ഞ നീ കാണിച്ച മര്യാദയാണ്? ഞാൻ എന്ത് മര്യാദ കാണിച്ചെന്നാ? എടാ, ഒരു വണ്ടി ഇടത്തോട്ടോ വലത്തോട്ടോ വളച്ചു പോവുകയാണെങ്കിൽ ആ വണ്ടി പോയി കഴിഞ്ഞ ശേഷം മാത്രമേ പിന്നിൽ വരുന്ന വണ്ടി മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അതെനിക്കറിയാം. പക്ഷേ മുന്നിൽ പോകുന്ന വണ്ടി ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്നതിന് മുമ്പ് സിഗ്നൽ കാണിക്കണം. ഒന്നുകിൽ ഇൻഡിക്കേറ്റർ ഇടണം, അല്ലെങ്കിൽ കൈ കാണിക്കണം. എന്റെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നതേ അതെനിക്കറിയില്ലല്ലോ. ഓ, അപ്പൊ അതാണല്ലേ കാര്യം? ഏതാണ് കാര്യം? അല്ല, ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്തത് കൊണ്ടാണെന്നല്ലേ പറഞ്ഞത്? അതെ, പറഞ്ഞത് ശരിയാണ്. ധൃതി വെക്കല്ലേ, ബാക്കിയുള്ളതും കൂടി ഞാനൊന്ന് പറയട്ടെ. എന്റെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇയാളുടെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. കണ്ണിന് കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ ഞാനങ്ങനെ വണ്ടി ഓടിക്കും? തന്റെ കണ്ണിന് കുഴപ്പമുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ ഇടത്തോട്ട് വണ്ടി തിരിച്ചപ്പോ ഞാൻ ദിങ്ങനെ കാണിച്ചത് താൻ കാണാണ്ടിരുന്നത്. എങ്ങനെ ദിങ്ങനെ കാണിച്ചത്? അപ്പൊ കൈകൊണ്ട് സിഗ്നൽ കാണിച്ചു. അപ്പൊ പിന്നെ തന്റെ ഭാഗത്താ കുഴപ്പം. എന്റെ ചേട്ടാ, ഇയാള് നുണ പറയാണ്. ഇയാള് കൈ കാണിച്ചിട്ടില്ല. അല്ലല്ല ആസരേട്ടാ, ഇയാള് പറയുന്നതിലും കാര്യമില്ലേ? കൈ കാണിക്കുന്നത് കണ്ടിട്ടും മനഃപൂർവ്വം ഒരാൾ വണ്ടി കൊണ്ട് ഇടിക്കും. അതെ, മനഃപൂർവ്വം വണ്ടി ഇടിച്ച് കൈയും കലോടിക്കാൻ ഞാൻ തുനിയോ? അങ്ങനെ പറയരുത്.
ചിലപ്പോ മറ്റെന്തെങ്കിലും ആലോചിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് പോരുമ്പോ കണ്ണീ കാണുന്നുണ്ടാവും എന്ന് കരുതി മനസ്സിലുണ്ടാകണമെന്നില്ല. അതായത് കണ്ണീ കാണുന്നത് മനസ്സിലെത്തി അവിടെ നിന്ന് തലച്ചോറിൽ എത്തിച്ചേരുകയും ആ ചിന്ത കൈകാലുകളിലേക്ക് എത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ വണ്ടി നിർത്തണോ സ്ലോ ചെയ്യണോ എന്ന് തോന്നൂ സാധിക്കൂ. എന്റെ ദൈവമേ, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് പോലുമില്ല. എന്റെ അളിയന്റെ അനുജന്റെ കല്യാണമാണ്. ഇപ്പൊ തന്നെ വൈകി. വീട്ടിൽ ചെന്ന് ഭാര്യയും കൂട്ടി എത്രയും പെട്ടെന്ന് പോണം, അത്രയും മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. വേറൊന്നും ഞാൻ ആലോചിച്ചില്ല. അപ്പൊ അതാണ് കാര്യം. ലാസറേട്ടന് കാര്യം മനസ്സിലായ? ഇല്ല. എന്റെ ചേട്ടാ, കല്യാണത്തിന് പോകാനുള്ള തിരക്കിലേ ഈ പുള്ളി സിഗ്നല് കാണിച്ചതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെന്ന്. എന്നിട്ട് ആളെ പൊട്ടനാക്കണോടാ? ലാസറേട്ടാ, അത് പറയരുത്. നമ്മളാരും കണ്ടിട്ടില്ല ഇവിടെ എന്താ നടന്നതെന്ന്. ഞാൻ വണ്ടി വളക്കണ സമയത്തേ ദേ കൈകൊണ്ട് ഞാൻ ദിങ്ങനെ കാണിച്ചാണെന്ന്. ഒരാളിങ്ങനെ തർപ്പിച്ച് പറയുമ്പോ ഒരാളുടെ പക്ഷത്ത് മാത്രം ശരിയാണെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? അത് ശരി. അല്ല, തനിക്കെന്താണ് ഇയാളുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം? നിനക്കെന്താ ഇവന്റെ കാര്യത്തിൽ ഇത്ര താല്പര്യം? അതുപോലെ തന്നെ എനിക്കും. താനിങ്ങോട്ട് മാറിയണോ? ആ താല്പര്യം നടക്കൂല. ആഹാ, എങ്കിൽ നമുക്ക് കാണാടാ. കാണാം. ഈ നിൽക്കുന്ന എന്താ പേര്? ആൻഡോ. ആൻഡോ. ഈ നിൽക്കുന്ന ആൻഡോ നിരപരാധിയാണ്. ഇവൻ ജോർജ് അതെന്തെങ്കിലും ആവട്ടെ, ഇവനാണ് കുറ്റക്കാരൻ. ഇവൻ എന്റെ കക്ഷിയായി ആൻഡോയ്ക്ക് നഷ്ടപരിഹാരം കൊടുക്കുകയും ആശുപത്രിയിൽ കൊണ്ടുപോയി മുഴുവൻ ചെലവ് ട്രീറ്റ്മെന്റിന്റെ വഹിക്കുകയും വേണം. താനെന്താ വക്കീൽ കളിക്കാണ്? ഒരു ചുക്കും ചെയ്യിലൂടെ താൻ. ഇയാള് ഈ ജോർജ് നിരപരാധിയാണ്. കുറ്റക്കാരനെ ദൈവം നിൽക്കണ ഇയാളാണ്. ഇയാള് സിഗ്നല് കാണിക്കാതെയാണ് വണ്ടി വളച്ചതേ. അതുകൊണ്ടേ ഇയാളാണ് എന്റെ പാർട്ടിയെ ആശുപത്രി കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്തേണ്ടതും നഷ്ടപരിഹാരം കൊടുക്കേണ്ടതും. അല്ലെങ്കിൽ പിന്നെ നീ എന്ത് ചെയ്യുന്ന അത് നമുക്ക് നേരിട്ട് കാണാടോ. അങ്ങ് താണെന്ന് കാണിക്കണം. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അവമാനം വരുത്തിവെക്കരുത്. പ്രഭാഷകൻ 4-ാം അധ്യായം 20-ാം വാക്യം. നീ ഇങ്ങനെ പോയാലെങ്ങനെ? പിന്നല്ലാതെ ഈ പ്രശ്നം ഇങ്ങനെ നടക്കുമ്പോ അത് നമുക്ക് സോൾവ് ചെയ്യണ്ടേ? എടാ, ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോണത്. എങ്ങനെ? എടാ, നീ എന്നോട് ഇങ്ങനെ പറഞ്ഞോണ്ട് ഈ കഥ അങ്ങോട്ട് ചെന്നേ. എങ്ങനെ? ചേച്ചി, എന്ത് പേരാണ് ചേച്ചി? ചേച്ചി എവിടെ പോയി കിടക്കും ചേച്ചി? പുറകിൽ ചെന്ന് നോക്കാം. ചേച്ചി, ചേച്ചി, ഇതാരെയും വിളിച്ചേ? ചേച്ചി, ചേച്ചി, എന്ത് കഷ്ടമാണ്. ഒരു കാര്യത്തിന് വന്നിട്ട് ആരോ വിളിച്ച പോലെ തോന്നുന്നു. ചേച്ചി, ചേച്ചി, ഇതാരെയും പുറകെ ചെന്ന് വിളിക്കുന്നേ? ചേച്ചി, ഇതാരാണോ ഇത്? ഇത് ഇവിടെ കാണുന്നില്ലല്ലോ. ഇതെന്ത് കഷ്ടമാണ്. ഇനിയിപ്പോ ഇവരിവിടെ ഇല്ലേ? ചേച്ചി, ദേ വിളിക്കുന്നു മുൻവശത്ത്. വെറുതെ മനുഷ്യനെ ചേച്ചി. എന്താ ജോസഫേ, നീ ആയിരുന്നോ ഈ വീടിന് ചുറ്റും കിടന്ന് വിളിച്ചോണ്ടിരുന്നത്? അതെ, ചേച്ചി വീടിനകത്തുണ്ടായിരുന്ന. പിന്നില്ലാതെ. എന്നിട്ടാണ് ഈ വീടിന് ചുറ്റും നടന്ന് ഞാൻ ഇത്രയും വിളിച്ചിട്ടും ചേച്ചി കേൾക്കായിരുന്നത്. ആര് പറഞ്ഞ കേട്ടില്ലെന്നാ? ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോ നീ പുറകുവശത്ത് പോയി വിളിച്ചു. ഞാൻ പുറകുവശത്ത് വരുമ്പോ നീ മുൻവശത്ത് വന്ന് വിളിക്കും. അതെ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറപ്പിച്ചെന്ന് വിളിച്ചാലല്ലേ എനിക്ക് കൃത്യമായിട്ട് അവിടെ എത്താൻ പറ്റുള്ളൂ. നിന്നോട് ഞാൻ ചേച്ചി ഒന്ന് നിർത്തിയേ. ഏതായാലും ചേച്ചി ഇപ്പൊ കൃത്യമായിട്ട് എത്തിയില്ലേ? ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാ. എന്ത് കാര്യമാ?
ദേ ഞാൻ പറയാൻ പോണത് കേട്ടിട്ട് ചേച്ചി പേടിക്കരുത്. എന്റെ മാതാവേ, എന്താ ജോസഫേ കാര്യം? വേറെ ഒന്നുമല്ല, കവലയിൽ വെച്ച് എന്റെ ലാസറിയേട്ടൻ മാതാവേ, എന്റെ ചേട്ടൻ ഏത് ആശുപത്രിയിലാ? ആശുപത്രിയില. ആ, ആര്? പിന്നെ എന്തു കുന്തവാ ചേട്ടൻ? എന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല. ആ. കുറച്ചും കൂടി കഴിഞ്ഞാ എന്തെങ്കിലും പറ്റുവാന്നാ. ഹോ, എനിക്ക് പേടിച്ചിട്ട് എന്റെ കയ്യും കാലും പറിച്ചിട്ട് പാടില്ല. നീ കാര്യം പറ ജോസഫേ. ചേച്ചി, കവലയിൽ വെച്ച് ചേട്ടൻ ആ അലക്സുമായിട്ടൊരു കശപിശ. അത് അടിപിടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചേച്ചീനെ ഒന്ന് വിളിച്ചിട്ട് പോകാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. ഓ, അതാണോ കാര്യം? എടാ, ചേട്ടൻ ആരാ മുതലെന്ന് നിനക്കറിയോ? ഇനി അങ്ങനെ ഒരു അടി ഉണ്ടായാൽ തന്നെ അലക്സിന്റെ കാര്യം പോക്ക് തന്നെയാ. എടാ, ചേട്ടൻ പഴയ കരളിയാന്ന്. കരളിയോ? ആ, ഓ, കളരി. ആ, അത് തന്നെ. ചേച്ചി, എന്നാലും ഒരെന്നാലും ഇല്ല. ദേ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവനോടെ ആ അലക്സിനോട് 2 വർത്താനം പറഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. 2 വാക്കല്ലേ ചേച്ചി. ആ അഹങ്കാരിയുടെ അഹങ്കാരം ചേച്ചിയായിട്ട് അവസാനിപ്പിക്കണം. ചേട്ടന്റെ കൈക്കരുത്തും ചേച്ചിയുടെ വാക്പയറ്റും കൊണ്ട് അവനെ അടിയറവ് ഉറപ്പിക്കണം. എല്ലാവരിൽ നിന്നും സൗഹൃദം സ്വീകരിച്ചു കൊള്ളുക. എന്നാൽ 1000-ൽ ഒരുവനിൽ നിന്നേ ഉപദേശം സ്വീകരിക്കാവൂ. പ്രഭാഷകൻ 6-ാം അധ്യായം 6-ാം വാക്യം. ഈ കോലത്തിലോ? ഞാനേ ഈ നൈറ്റി ഒന്ന് മാറട്ടെ, നീ അവിടെ ഇരിക്കുക. ഞാൻ ഇത് മാറി ഒരു സാരി എടുത്തിട്ട് ഇപ്പം വരാന്നേ, നീ അവിടെ ഇരിക്കുക. ഇപ്പൊ നൈറ്റി മാറി സാരി ഉടുത്ത് ഞാൻ ഓർത്ത് കേട്ട വാതി കേൾക്കാത്ത വാതി എന്റെ കൂടെ റോട്ടിലേക്ക് ഓടി വരും. പക്ഷെ ഇത് എനിക്കുള്ള ടെൻഷൻ പോലും ഇരിക്കില്ലല്ലോ. ഹലോ, ജോബി അല്ലേ? ആ അതെ. ആ എടാ, ഞാൻ ജോസഫാടാ. ആ, എന്താ ജോസഫേ? ജോബി, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതായത് നിന്റെ ചേട്ടൻ അലക്സും ആ നമ്മുടെ ഇല്ലിക്കലെ ലാസറേട്ടനും തമ്മിലേ ഒന്ന് ഉടക്കേ. എന്ത് ഉടക്ക? എന്നിട്ട് ഉടക്കെന്ന് പറഞ്ഞ 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടി. അതിന് എന്റെ ചേട്ടൻ ബൈക്കൊന്നും ഓടിക്കാറില്ലല്ലോ. ആ, നിന്റെ ചേട്ടന്റെ ബൈക്കല്ല, പിന്നെ വേറെ ആളുകളുടെ വേറെ 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടി. അവര് തമ്മിൽ തർക്കം മൂത്തപ്പോ അതിലിടപെട്ടതാ ഈ പറഞ്ഞ ലാസറേട്ടനും നിന്റെ ചേട്ടൻ അലക്സും. പിന്നെ അവര് തമ്മിലായി വഴക്ക്. അയാൾ അലക്സിനെ തല്ലി ചതക്കുക. എന്റെ ചേട്ടനവൻ തല്ലാറായ അവനെ ഞാൻ വെറുതെ വിടൂല്ലോ. ഇടിച്ചവന്റെ നട്ടല്ലി ഓടിക്കും ഞാൻ. എവിടെയാ സംഭവം നടക്കുന്നത്? ഇതാ മാർട്ടിന്റെ കടയുടെ മുമ്പിലാ. ഏത് മാർട്ടിൻ? ആ മിലിറ്ററി മാർട്ടിനാ? അത് തന്നെ. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. പെട്ടെന്ന് വന്നോട്ടാ, പെട്ടെന്ന് വാ. ആ, ശരിയെന്നാ. ഓക്കേടാ. വികടബുദ്ധി കലഹം പരത്തുന്നു. ഏഷണിക്കാരൻ ഉറ്റമിത്രങ്ങളെ ഭിന്നിപ്പിക്കുന്നു. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 28-ാം വാക്യം. ഹലോ, ഞാൻ പിന്നെ വിളിക്കാട്ടാ. ജോസഫേ, ഇത് വേറൊരു കോള് വന്നാണേ. അയ്യോ ജോസഫേ, എന്താ? ഞാനേ മോളിൽ കുറച്ച് തുണി ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വല്ല മഴയും പെയ്തത് നനഞ്ഞു പോയെങ്കിലോ? മഴ ഈ കൊടും വേനലിൽ എവിടെയാണ് ചേച്ചി മഴ? ചേച്ചി അവിടെ അങ്ങോട്ട് നമ്മൾ ചെന്നില്ലെങ്കിലുണ്ടല്ല. എന്റെ ജോസഫേ, നീ ചേട്ടന്റെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ പേടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ അത് തന്നെ. നീ വാ. ചേച്ചി ചേച്ചി ഈ ചേട്ടൻ കളരിയാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലട്ടാ. ഇനി ആ അലക്സെങ്ങാനും കരാട്ടെ, ജൂഡോയോ, കളരിയോ വല്ലതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ല. ചേച്ചി കേട്ടിട്ടില്ലേ പഴയൊരു പഴഞ്ചൊല്ലി, അടി തെറ്റിയാൽ ആനയും വീഴൂന്ന്? അത് ആന, ഇതെന്റെ ചേട്ടൻ ലാസർ. അങ്ങനെയൊന്നും അടി തെറ്റുകയില്ല, താഴെ വീഴുകയില്ല. നിനക്ക് കേക്കണോ? എന്ത്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടേ കഷ്ടിച്ചൊരു 2 ആഴ്ചയായി കാണും. ഞങ്ങള് പുതുമണവാളിനും മണവാട്ടിയാണ്. പള്ളിപ്പെരുന്നാൾ കൂടാൻ പോയതാ. കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഈ പള്ളിവരത്തൂടെ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ച് നടക്കുമായിരുന്നു. തിരക്കിനിടയില് 1-2 പേരെന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങി. അന്നാണ് ഞാൻ ലാസറിയേട്ടന്റെ വിശ്വരൂപം ആദ്യമായിട്ട് കാണുന്നത്. ശല്യപ്പെടുത്തിയ കാര്യം ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ലാസറിയേട്ടനെ ഇവരുടെ അസുഖം മനസ്സിലാക്കി ചികിത്സയും തുടങ്ങി. എവിടെ എടാ, നല്ല ഇടി തുടങ്ങിയെന്ന്. തിരിഞ്ഞും മറിഞ്ഞും ചാടിയും ചവിട്ടിയും ചേട്ടൻ ആ പള്ളി പരിസരം ഒരു യുദ്ധക്കളമാക്കി മാറ്റിക്കളഞ്ഞു.
എല്ലാത്തിനും തല്ലി താഴെ ഇട്ടു. അന്തം വിട്ടു എന്റെ കയ്യും പിടിച്ച് ഇങ്ങ് വാ ബിയാട്രിസ് എന്ന് പറഞ്ഞ ഒരൊറ്റ നടത്തമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ചേട്ടന്റെ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ലെന്ന്. ആ, നീ ഈ തുണിയൊന്ന് പിടിച്ചു, ഞാൻ ഇതൊന്ന് എടുക്കട്ടെ. വേഗം മടക്കി എടുക്കട്ടാ. നീ എന്നെ പിടിച്ചോണ്ട് നിൽക്കുന്ന വേഗം ഇറങ്ങടാ അങ്ങോട്ട്, നടക്കങ്ങോട്ട്. ആ, ഇപ്പൊ പല്ല് പോയേനെ. ചേച്ചി ഇതും കൊണ്ട് ഇതെവിടെ പോണു? ഇത് പിന്നെ വാതിൽ തുറന്ന് അതിനകത്ത് വെക്കണ്ടേ? എന്താടാ ഇതുകൊണ്ട് അകത്ത് വെച്ചിട്ട് എന്നോട് പാത്രം കഴുകാൻ പറഞ്ഞു. അതൊന്നുമില്ല, ഇങ്ങോട്ട് വാ. എന്റെ ചേച്ചി, നമ്മളിപ്പോ അവിടെ ചെല്ലുമ്പോ അടി കഴിയും. അടി കഴിയട്ടാ, ഞാൻ അങ്ങനെ ക്ലൈമാക്സിൽ ചെല്ലാറുള്ളൂ. ആഹാ, അപ്പൊ അതായിരുന്നല്ലേ കാര്യം. നീ വർത്താനം പറ്റിയോട് നിൽക്കാൻ നടക്ക്. പിന്നെ ചേച്ചി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത് കാര്യം? ഞാനാണ് ഇത് വന്ന് ചേച്ചിനോട് പറഞ്ഞെന്ന് വേറെ ആരോടും പറയണ്ട. അല്ല, ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്ന സമയത്തെ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് വരേണ്ട കാര്യം ഉണ്ടാന്ന് ചിലവന്മാര് ചോദിക്കും. അത് പിന്നെ ബുദ്ധിയും ബോധമുള്ളവർ ആരാണെങ്കിലും ചോദിക്കാലോ. അവിടെ അത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോ ആണുങ്ങൾ എന്താ ചെയ്യുക? അവിടെ വെച്ച് ആ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ നോക്കും. അല്ല, അത് പിന്നെ ഇത് നീ ചെയ്തതോ? ഓടി വീട്ടിൽ വന്ന് എന്നെ വിവരം അറിയിച്ചു. എന്തിനാ? അല്ല, മറ്റുള്ളവര് അറിയുന്നതിന് നല്ലത് സ്വന്തം ഭാര്യനെ അറിയിക്കുന്നതാണല്ലോ ചേച്ചി നല്ലത്. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ഇപ്പൊ നീ ഉദ്ദേശിച്ചത് ഞാൻ അവിടെ ചെന്ന് ആ അലക്സിനോട് 2 വർത്താനം പറയണം, നിനക്കത് കണ്ട് സന്തോഷിക്കണം. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ട്. പിന്നെ അവനോട് 2 വർത്താനം മാത്രമല്ല, ചേട്ടന്റെ തല്ല് മാത്രം കൊണ്ടാ പോരവന്. ഞാനേ എന്റെ ആങ്ങളമാരോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവര് വരാന്ന് പറഞ്ഞു. വരാന്ന് പറഞ്ഞോന്നോ? എനിക്കൊരു പ്രശ്നം ഉണ്ടായെന്ന് അറിഞ്ഞാലേ അവരെവിടെയാണെങ്കിലും പറന്നെത്തിയിരിക്കും. അല്ല, അപ്പോ എന്തു പറ്റി? അല്ലെന്ന്, അങ്ങനെ വരുമ്പോ ഈ അലക്സിന്റെ പാട് കണ്ടവരാരും ഉണ്ടാവൂല്ലോ. ഇനി മേലാല് ഞങ്ങളുടെ കുടുംബത്താരുമായിട്ട് അവനൊരു പ്രശ്നത്തിന് വരരുത്. നീ വരുന്നെങ്കി വാടാ. ചേച്ചി നടന്നു, ഞാൻ വന്നേക്കാം. അത്യാവശ്യ സമയത്ത് വണ്ടിയും കംപ്ലൈന്റ് ആയില്ല. എടാ, നീ ഇവിടം വരെ എത്തിയല്ല. അതിനിടയ്ക്ക് ഈ വണ്ടിക്ക് എന്തോ പറ്റിയെന്ന്. അതെ, പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് നീ ഇങ്ങോട്ട് വരുന്നതെന്ന് വേറെ ആരോടും പറയണ്ട. എന്താ? അല്ല, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. പിന്നെ ആ ലാസറേട്ടനല്ലേ, ലാസറേട്ടന്റെ അളിയന്മാര് വരുന്നുണ്ടെന്ന്. അയാളുടെ ഭാര്യ അവരെ ഫോൺ ചെയ്ത് വരുത്തിയാന്ന്. അവിടെ ആംഗളമാരല്ല, ബന്ധുക്കൾ സ്വന്തക്കാർ ആരും ഇങ്ങോട്ട് വരാം. ഞാൻ റെഡിയാണ്. അവരെവിടെയാണുള്ളത്? ആവശ്യം വണ്ടി ആരും ആയിരുന്നു. ഞാൻ ഇപ്പൊ കാണിച്ചിട്ട്. എന്റെ പൊന്നു, കാര്യങ്ങൾ ഇവിടം വരെ റെഡിയാണ്. ഇവൻ ചെന്നതിന് ശേഷം അടി തുടങ്ങിയതിനു ശേഷം വേണം പോയി കാണാൻ. നിർഗുണനായ ദുഷ്ടൻ കുടില സംസാരവുമായി ചുറ്റി നടക്കുന്നു. അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട് വഴിപിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു. സുഭാഷിതങ്ങൾ 6-ാം അധ്യായം 12-ഉം 14-ഉം വാക്യങ്ങൾ. എന്നാലും ഇത് ഭയങ്കര കഷ്ടമായി പോയി. ഈ ഒരു പ്രശ്നം പറഞ്ഞ് നാട്ടുകാരും സുഹൃത്തുക്കളുമായ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടത് അത് ഇങ്ങനെയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അന്നേരത്തെ ദേഷ്യത്തില് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. ചിലപ്പോ ഇയാള് കൈ കാണിച്ചിട്ടുണ്ടാവും, ഞാനത് ശ്രദ്ധിക്കാതെ പോയതായിരിക്കും. താൻ എന്നോട് ക്ഷമിക്കുക. ആ ഒരു അശ്രദ്ധ കാരണം ഇവര് തമ്മിലും നമ്മൾ തമ്മിലും പിണങ്ങേണ്ടി വന്നില്ലേ? അങ്ങനെ പറയലാണ് ജോർജെ. എനിക്കിപ്പോ സംശയം ഞാൻ കൈ കാണിച്ചോന്നാ. കാണിച്ചു തന്നെയാണ് എന്റെ തോന്നല്. പക്ഷെ താൻ അങ്ങനെ തറപ്പിച്ച് പറഞ്ഞപ്പോ വാശിക്ക് ഞാനും പറഞ്ഞു പോയതാ കൈ കാണിച്ചത്. ജോർജും നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. സോറി ചേട്ടാ. എടാ, ഇതിലൊരു സോറിയുടെ ആവശ്യമില്ല. നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ നടത്തിയപ്പോ ഒന്നാലോചിക്കാതെ പോയി. ഇങ്ങനെയാണോ ഈ പ്രശ്നം പരിഹരിക്കേണ്ടതെന്ന്? നീ എന്റെ ചേട്ടനെ തല്ലുവോടാ? എടാ, തല്ലുവോന്ന്? എന്നാ അത് തന്നെ ഒന്ന് കാണട്ടെ. തല്ലടാ. നിങ്ങളൊന്നും ഉണ്ടായിരുന്നേ അവിടെ? സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് നിനക്കറിയോ? എല്ലാം ഞാൻ അറിഞ്ഞു. എനിക്കറിയേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ചേട്ടൻ എന്നിട്ട് ശരിക്കും കൊടുത്തോന്ന്. എന്ത്? ഇവനെ തല്ലി പപ്പടമാക്കിയെന്ന്. നീ എന്തൊക്കെയായി പറയണത്? ഞാൻ ആരും തല്ലിയിട്ടുമില്ല, എന്നെ ആരും തല്ലിയിട്ടുമില്ല. ഇവരുടെ പ്രശ്നത്തിൽ ഇടപെട്ടു ഞാനും ഈ അലക്സും തമ്മില് ഒരു ഇത്തിരി തർക്കം ഉണ്ടായി, അത്രേ ഉള്ളൂ. അതേ പെങ്ങളെ, അത്രേ ഉള്ളൂ. അല്ല, ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞേ? എന്നോട് പറഞ്ഞതാ ജോസഫ്.
അവനോ? ആ, ഈ പറഞ്ഞ പോലെ അവനെ ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. എടോ ലാസറേ, താന്റെ ചേട്ടന് തല്ലൂടോ? തല്ലൂന്ന് തന്റെ കൈയും കാലും ഞാൻ തല്ലുപിടിക്കും. എടാ ജോബി, നീ ഇത് എന്തൊക്കെയാണ് പറയണത്? എന്നെ ആരും തല്ലിയിട്ടൊന്നുമില്ല. തല്ലിയിട്ടില്ലെന്നോ? ആ, ഇതാ ഇവന്മാരുടെ വണ്ടി തമ്മിലൊന്ന് കൂട്ടിമുട്ടി. അത് ആക്സിഡന്റ് ആയതിന്റെ പേരില്. അപ്പൊ ഞങ്ങൾ തമ്മിൽ വഴക്കായി, അതിലേറ്റുപിടിച്ച് ഇപ്പോൾ ഇവര് തമ്മിലായി തർക്കം. അതൊക്കെ പറഞ്ഞ് സോൾവ് ആയി. ദൈവം സഹായിച്ച് ഇപ്പൊ ഒരു പ്രശ്നമില്ല. അല്ല അപ്പോ എടാ നീ ഇങ്ങനെ വന്നേ. നിന്നോട് ഇത് വന്ന് പറഞ്ഞതാ ജോസഫല്ലേ? അതെ, കവലയിലിട്ട് ചേട്ടൻ ആ ലാസർ തല്ലി ചതക്കുകയാണെന്ന്. പകരം ആ ലാസറിനെ തല്ലി തവിടുപൊടിയാക്കണമെന്ന് പറഞ്ഞു വിട്ടതാ എന്നെ ആ ജോസഫ്. അപ്പൊ എന്നോട് ഈ ജോസഫ് പറഞ്ഞ അങ്ങനെയല്ലല്ലോ. ഈ അലക്സ് ചേട്ടനെ അവിടെ ഇട്ട് തല്ലി ചതയ്ക്കുന്നെന്ന്. കൂടെ അലക്സിന്റെ അനുജൻ ജോബി ഉണ്ടെന്ന്. അതുകൊണ്ട് അലക്സിനെ തല്ലാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടിക്കോളാൻ പറഞ്ഞു. ഞാനിത് കേട്ടപ്പോ ഈ അലക്സിന്റെയും ജോബിയുടെയും മുന്നിൽ ചേട്ടന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ട് എന്റെ ആങ്ങളമാരോട് ഞാൻ വരാൻ പറഞ്ഞു. നമ്മുടെ സാബുവിനോടും മുട്ടപ്പായിയോടുവേ തല്ലാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടത്തി കൂട്ടിക്കോളാനും പറഞ്ഞു. ഓ എന്റെ കർത്താവേ, നീ എന്ത് മണ്ടത്തര കാണിച്ചത്? അത് പിന്നെ ചേട്ടനെ ആരെങ്കിലും തല്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ വെറുതെ നോക്കി നിൽക്കാൻ പറ്റുമോ അലക്സേ? ആ, അത് പറ്റില്ല. ചേട്ടനെ തല്ലണെന്ന് പറയുമ്പോ പിന്നെ ഭാര്യക്ക് വെറുതെ ഇരിക്കാൻ പറ്റും. ഹലോ, അതെ അളിയനാടാ. എടാ സാബു, എനിക്കൊരു പ്രശ്നമില്ല, വേണ്ട വരണ്ട. ആഹാ, ആ ശരി. പ്രശ്നം സോൾവ് ചെയ്യാന്ന് പറഞ്ഞ് അവനോടൊന്ന് പോയത് ഒരു കൂട്ടത്തല്ലുണ്ടാക്കി അത് കാണാനാണല്ലേ? ആ ദേ ആള് വരുന്നുണ്ടല്ലോ. ഓ, എല്ലാവരും എത്തി ഒരു കൂട്ട അടി നടക്കണ കാണാൻ വേണ്ടിട്ടാണ് അവന്റെ വരവ്. ആ എങ്കിൽ പിന്നെ ആളിങ്ങ് വരട്ടെ. ഇതെന്താണ് എല്ലാവരും കൂടി ഇങ്ങനെ വെറുതെ നിൽക്കണത്? അതോ, ഒരു തല്ല് കഴിഞ്ഞു. ഇനി അടിക്കാനായിട്ടേ രണ്ടു ഭാഗത്തുനിന്നും കുറച്ച് ആളുകൂടി വരാനുണ്ട്. അവരും കൂടി വന്നിട്ട് അടുത്ത അടി തുടങ്ങാമെന്ന് കരുതിയ. എന്തേ? ഇയാളുടെ പേരെന്താണ്? പേര് യൂസേപ്പിതാവിന്റെ, പക്ഷെ കയ്യിലിരിപ്പ സ്വഭാവം യൂദാസിന്റെ. വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിന്റെ മാറ്റ് ചൂളയിലൂടെയും എന്ന പോലെ മനുഷ്യന്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 21-ാം വാക്യം. ലാസറേട്ടാ, ഇവനെ വെറുതെ വിടരുത്. പ്രവൃത്തിക്കൊത്ത് അവിടുന്ന് മനുഷ്യന് പ്രതിഫലം നൽകുന്നു. അർഹതയ്ക്കൊത്ത് അവന് ലഭിക്കുന്നു. ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല. സത്യം. ജോബ് 34-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അവന് ഈ അടുത്ത കാലത്തെങ്ങും ഈ നാട്ടിലേക്കേ കാലൂത്തൂല. അത് തന്നെ. ദേ ചേട്ടാ, സാബു മുട്ടപ്പായി. സാബു, സാബു, ഏതവനാടാ ഞങ്ങളുടെ അളിയനെ തല്ലിയത്? ഇവനാണോ തല്ലിയത്? അയ്യോ, ഞാനല്ലേ. ആരാണ് അളിയനെ തല്ലിയത്? എടാ സാബു, കുട്ടപ്പായി, എന്നെ ആരും തല്ലിയിട്ടില്ല. ഒരു ചെറിയ വാക്ക് തർക്കം, അത്രേ ഉള്ളൂ. അളിയ ഇവനാണ് തർക്കിച്ചത്? അല്ലല്ല, എന്റെ പൊന്നു, ഞാനല്ലേ. ഇവരൊന്നും അല്ല. ഇതിനൊക്കെ കാരണക്കാരനും ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയതും വേറൊരുത്തനാ. അത് ശരിയാ. എങ്കി വാളിയ, നമുക്ക് അവന്റെ അടുത്ത് പോയി ചോദിക്കാം. അവനീ നാട് തന്നെ വിട്ടിട്ടുണ്ടാവും. പിന്നെ കവലയിലിട്ട് അളിയനെ തല്ലുകയാണെന്നാണല്ലോ പെങ്ങള് പറഞ്ഞേ. കേട്ടപ്പോ ഞാനും അങ്ങനെയാ കരുതിയത്. പക്ഷെ ഇത് ഇത്ര നിസ്സാര പ്രശ്നമാണെന്ന് ഞാൻ കരുതിയില്ല. ദേ എന്റെ സഹോദരന്മാരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ ഈ വണ്ടികൾ തമ്മിലൊന്ന് കൂട്ടിമുട്ടി, അതേ തുടർന്ന് ഞങ്ങൾ തമ്മിലൊന്ന് വഴക്കായി. ആ വഴക്ക് തീർക്കാൻ ശ്രമിച്ച ഇവര് തമ്മിലായി പിന്നെ വഴക്ക്. ആ വഴക്ക് കണ്ടിരുന്ന ഒരാള് ഇതൊന്നുകൂടി വഷളാക്കാൻ ഈ ചേച്ചിനെ ദയാളെയും വിളിച്ചു വരുത്തി. ഇവരൊക്കെ പിന്നെ കാര്യം മനസ്സിലാക്കി. ഇനി നിങ്ങളായിട്ട് ഇത് ആളി കത്തിക്കരുത്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല, അല്ലേ ജോർജെ? അതെ,
ഇനി ഒരു പ്രശ്നം ഉണ്ടാവും. ഞങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആയി. ഇത് ആദ്യം ആലോചിച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുക. അതെ, എനിക്ക് ഭാര്യയായിട്ട് കല്യാണത്തിനും പോവാ. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. എഫേസോസ് 4:26 ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com. വചനം വചനം ദൈവത്തിൻ വചനം, നന്മകൾ ചെയ്യാൻ അറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം, വചനം വചനം ദൈവത്തിൻ വചനം.